കളി കണ്ടല്ലോ? ആഴ്സണലും ലിവർപൂളും തമ്മിലുള്ള കളി കണ്ടല്ലോ? കണ്ടു. ഫുള്ള് കണ്ടു. എന്താണ് തോന്നുന്നത് കളി കണ്ടിട്ട്? കളി കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇറ്റ് വാസ് മോർ ഓഫ് നമ്മുടെ ഈ ചെസ്സിന്റെ പോലെ കളിയായിരുന്നു. മോർ ടാക്ടിക്കൽ. ഓക്കെ. പിന്നെ ആ ഗോള് വീഴുന്ന പോലെ തന്നെ ലൈക്ക് ഇറ്റ് ഹാഡ് ടു ബി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലെ ഗോള് വരുള്ളൂ എന്നായിരുന്നു. ബിക്കോസ് ഐ തിങ്ക് രണ്ട് ടീംസും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ഔട്ട് ഉം. ചെയ്യായിരുന്നു. യാഹ്. ആരും അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പോണില്ല. ടേക്കിംഗ് എ റിസ്ക് അതെ. ആണ് ഉണ്ടായത്. വളരെ സൂക്ഷിച്ചാണ് കളിച്ചിരുന്നത്. അതെ. ഐ തിങ്ക് അത് എന്താ കാരണം വെച്ചാൽ തേർഡ് മാച്ച് ഓഫ് ദ സീസൺ ഇത്ര ഏർലി അല്ലേ. അപ്പൊ ആരും റിസ്ക് എടുക്കാൻ നോക്കണില്ല തോന്നുന്നു. സോ ഉം. ഇറ്റ് വാസ് മോർ ഓഫ് നോക്കിയിട്ട് കളിക്കാം, ആരെങ്കിലും ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടോ, ഈ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിയിട്ട് കളിച്ചിട്ട് ലാസ്റ്റില് ഐ തിങ്ക് അതന്നെ ഈ ഒരു ഗോള് ഇങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മീൻ അത് ഫിനിഷ് ആവുക. ഇല്ലേച്ചാ അത് ഡ്രോ ആയിട്ട് പോയി. അതെ. വല്ലാണ്ട് ടാക്ടിക്കലായിട്ട് ഭയങ്കര ഒരു ഒരു കുറച്ചൊരു ഡിഫെൻസീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് കളിച്ചതെന്ന് തോന്നുന്നു അല്ലേ? പേടിച്ചിട്ട്. അതെ. എനിക്ക് തോന്നിയത് ഡിഫൻസീവ് ടീം നന്നായിരുന്നു. ലൈക്ക് സെന്റർ ബാക്സ് ഒക്കെ നന്നായിട്ട് രണ്ട് ടീമിൽ നന്നായി കളിച്ചു. അവിടെ ഇവിടെ ഒന്ന് രണ്ട് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായി. റായ മറ്റേ സ്ട്രെയിറ്റ് ആയിട്ട് ബോൾ കൊടുത്തതും അതൊക്കെ. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നിയത് ഡിഫെൻസീവ്ലി നന്നായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അതിനെ ഇറ്റ് ലുക്ഡ് വെരി ലൈക്ക് ഒരു 0-0 ആയിട്ടുള്ളത്. ബട്ട് ഉം. ദെൻ അതാ പറഞ്ഞില്ലേ ലൈക്ക് ആ ഒരു ലൈക്ക് ഒരു സ്പാർക്ക് ലൈക്ക് ഇത് ഇങ്ങനത്തെ ഒരു 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 ഇതിൽ തന്നെ വരുള്ളൂ. നോട്ട് ശരിക്കും നമ്മള് അന്നേരം ഓപ്പൺ പ്ലേയിലൊന്നും വരില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് ഉം. രണ്ട് ടീമിന്റെ സെറ്റപ്പും കണ്ടപ്പോഴും എനിക്ക് അത് തന്നെ തോന്നി. അതെനിക്ക് അങ്ങനെ വാട്ട് ഡിഡ് യു തോന്നി. തിങ്ക്? കാരണം എന്താന്ന് വെച്ചാല് ഒഡിഗാർഡ് ഇറങ്ങിയിട്ടില്ല. ഫസ്റ്റ് ഇറങ്ങുന്ന ഇല്ല. സുബിമെണ്ടിയാണ് കളിക്കുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കും എന്തുകൊണ്ടാണ് സുബിമെണ്ടി കളിക്കാത്ത ആസ്വദിക്കും. റെഗുലർ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ അല്ലല്ലോ. അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കും ഡിക്ലൈൻ റൈസ് കളിക്കുന്നുണ്ട്. അപ്പം സുബിമെണ്ടി കളിക്കുന്നില്ല. പക്ഷേ ഐ നോ ദാറ്റ് ബോത്ത് ആ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുന്നതും അത്ര ഒരു 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 ടീമിന്റെ ഒരു അറ്റാക്കിങ്ങിനെ ബാധിക്കുമെന്ന് എനിക്കറിയാം. കാരണം രണ്ടുപേരും സിമിലർ ടൈപ്പ് പ്രൊഫൈലാണ്. ഈ യെസ്. ഡിക്ലൈൻ അത് റൈസ് ഇപ്പൊ ശരിയാ. ആകെ ഐ തിങ്ക് ആ ഇംഗ്ലണ്ട് മാച്ചിലാണ് തോന്നുന്നു. ആ ചാമ്പ്യൻസ് ലീഗിലാണ് അന്ന് അറ്റാക്ക് ചെയ്തത്. അതുവരെ ഡിക്ലൈൻ റൈസും ഒരു ഒരു മിഡ്ഫീൽഡ് സെൻട്രൽ ഡിഫൻഡർ അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡ് ഡിഫൻസിന്റെ രീതിയിലാണല്ലോ കളിക്കുന്നത്. അതെ. അപ്പോ അല്ല അതിന്റെ കാരണം ഒഡെഗാർഡ് വാസ് ഇഞ്ചേർഡ്. ഒഡെഗാർഡിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഉം, ഗെയിമില്. ഉം, അപ്പൊ അതും ഒരു കാരണമാണ്. പിന്നെ സാക്ക ഇല്ല. അപ്പൊ ആക്ച്വലി പറയാച്ചാ ഒരു 4-5 പേര് ഇല്ല ആർസണലിന് കളിക്കാൻ. അതെ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ അതിൽ നോക്കുമ്പോ ഐ വാസ് ലൈക്ക് ഓക്കെ ഒരു ഡ്രോ കിട്ടിയാലും നല്ലതായിരിക്കും. ബിക്കോസ് ആ ലിവർപൂൾ സൈഡിൽ നിന്ന് ഫുൾ ഉണ്ടായിരുന്നു. പിന്നെ സാലിബയ്ക്ക് ഇഞ്ചുറി ആയി അതെ. ഫസ്റ്റ് സലീബ. ഒരു ഫസ്റ്റ് ഒരു 10 മിനിറ്റ്സിൽ തന്നെ. അതെ. സോ അതന്നെ ഒരു മേജർ ചേഞ്ച് ആയിരുന്നു. ബട്ട് സ്റ്റിൽ അത് ഞാൻ പറഞ്ഞത് ഡിഫെൻസീവ്ലി അത്ര പ്രശ്നം ഉണ്ടായില്ല. ബിക്കോസ് അങ്ങനെ ഗോൾ അല്ലല്ലോ പോയി. അതിനൊരു കാരണം കൂടെ ഉണ്ട്. അവന്റെ സബായിട്ട് വന്ന ആ പ്ലെയർ നല്ല റേറ്റിംഗ് ആണ് മസ്കര. കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് കളിച്ചു. മസ്കര നല്ലതാണ്. ആള് അവന് വെലൻസിയക്ക് ഓൾമോസ്റ്റ് കളിച്ചായിരുന്നു. 7.8 റേറ്റിംഗ് ഉണ്ട് സോഫ സ്കോറിൽ. അല്ല ആള് ലാസ്റ്റ് സീസൺ വരയ്ക്ക് വെലൻസിയയുടെ ഫസ്റ്റ് ടീമിലായിരുന്നു. ഈസ് യങ് ബട്ട് ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ബട്ട് എനിവേ എനിക്ക് തോന്നിയത് രണ്ട് ടീമും അതന്നെ ലൈക്ക് അവിടെ ആ സൈഡിലും ലൈക്ക് ലിവർപൂളിനെ ഞാൻ ശരിക്കും പറഞ്ഞ മിഡ്ഫീൽഡ് അറ്റാക്കിംഗ് അല്ല. ദേ ആർ മോർ അവർ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഐ തിങ്ക് സബോസ്ലൈസ് അവരുടെ ഏറ്റവും നല്ല ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ആണ്. ആള് റൈറ്റ് ബാക്കിലാണ് കളിക്കുന്നത്. അതെ. അതാ ഞാൻ ആലോചിക്കുന്നത് ആ, എന്താ പറ്റിയത്. അതെ. അപ്പൊ അല്ല അവരുടെ അടുത്ത് ഇല്ലല്ലോ. ബിക്കോസ് ഐ തിങ്ക് ജോ ഗോമേസ് ചിലപ്പോ പോവും ട്രാൻസ്ഫറിൽ. ഓക്കെ. അല്ല അപ്പോ ഇത്രയും നല്ലൊരു ഇതൊരു വളരെ ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു മാച്ചാണല്ലോ. ഈ മാച്ചില് ഈ കളിയാണല്ലോ ഏറ്റവും ടഫായിട്ട് വരുന്നൊരു കളി അവർക്ക്. അപ്പൊ അതിൽ ഞാൻ അതെ വിചാരിച്ചു അവര് പ്രോപ്പർ ഫുൾ ടീമിനെ. പക്ഷെ അവര് ആരും ഇല്ലല്ലോ. യൂഷ്വൽ ആരും അറ്റാക്കിങ് ചെയ്തില്ല അവര് ഇത്തവണ. അല്ല ലിവർപൂളിന്റെ ഞാൻ പറഞ്ഞ ഈ സീസണിലെ രണ്ട് ഗെയിം ഞാൻ കണ്ടത് അവരങ്ങോട്ട് ഭയങ്കര ഫോർവേഡ് പോയിട്ട് കളിച്ചിട്ടാണ് അവർ ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവര് 3-2 അതെ. 2-1 അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ജയിച്ചിട്ടുള്ളത്. ബട്ട് എനിക്ക് തോന്നുന്നു ഈ മാച്ചില് അവർ രണ്ട് ടീമും കുറച്ച് സബ്ഡ്യൂഡ് ആയിരുന്നു. പ്ലസ് എനിക്ക് തോന്നിയത് അവർ അറ്റാക്കിങ്ങിനെക്കാളും കൂടുതൽ പറഞ്ഞ പോലെ മിസ്റ്റേക്ക് വരരുത് എന്നുള്ള ഒരു കളിയിലായിരുന്നു. ഉം. അതുകൊണ്ടാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എറ്റിക്കേറ്റിനൊന്നും കിട്ടിയിട്ടില്ല. ലൈക്ക് ആൾക്ക് ഒരു ജോബ് ഉണ്ടായില്ല. അതെ. മുമ്പിലേക്കും പോയിട്ടില്ല. ഷോട്ട് കൊടുത്തു. അതെ. സാല എന്താ അറിയില്ല ഫ്രം ദിസ് സീസൺ ആള് ഭയങ്കര ഫോം ഔട്ട് പോലെയാണ്. ആ പഴയ ഫ്ലെയർ ഉണ്ടല്ലോ ആളുടെ അതൊന്നും പ്ലെയർ കാണാനില്ല. ഇല്ല. പിന്നെ അതേപോലെ തന്നെ ആഴ്സണലിനും അതന്നെയായിരുന്നു. ബിക്കോസ് ഓഡിഗാർഡ് ഇല്ല, സാക്ക ഇല്ല. സോ ആ ഫ്ലെയറും ഇതൊന്നും കാണാനില്ല. ഐ തിങ്ക് ഇറ്റ് വാസ് മോർ ഓഫ് എനിക്ക് തോന്നിയത് ഒരു ഡിഫെൻസീവ് ഗെയിം ആയിരുന്നു. എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഡ്രോ കിട്ടി കഴിഞ്ഞാൽ അതെ. തോറ്റിട്ടില്ലല്ലോ. സോ അതാണ് എനിക്ക് അതായിരുന്നു തോന്നുന്നത്. എല്ലാവരും. ഡ്രോ ആണ് അവർ ആലോചിച്ചിരുന്നത്. കാരണം ഈ കളി എങ്ങനെയെങ്കിലും ജയിച്ചാലും മറ്റുള്ളവരുടെ അവർക്ക് ജയിക്കാം. ടാക്ടിക്കലി അവർക്ക് അതെ അഡ്വാൻറ്റേജും അതെ പ്ലെയറിന്റെ അതെ സ്കില്ലിലും അഡ്വാൻറ്റേജും ഇപ്പൊ ലിവർപൂൾ ആയാലും ആഴ്സണൽ ആയാലും ഉണ്ടാവും. അപ്പോൾ അതെ മറ്റുള്ള അല്ല ടീമിനെ ജയിച്ചു കഴിഞ്ഞാലും കാരണം പോയിന്റ്സ് ആണല്ലോ പ്രധാനം അല്ലേ? ഉം.
പിന്നെ എനിക്ക് ഈ കളി ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോ ഒരു എൽ ക്ലാസിക്കോ പോലെ അവര് കളി കളിക്കായിരുന്നു. ഭയങ്കര സ്ട്രാറ്റജി മാത്രം. അതെ. 2 ടീമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈക്വൽ റെസ്പെക്ട് അല്ലെങ്കിൽ മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്തിട്ട് അതെ, അതെ, ഫുള്ള് അതെ. ടാക്ടിക്കലി മാത്രം കളിക്കുക. എന്നാലോ ഒരു കടന്നാക്രമണമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു അറ്റാക്കും ഒന്നും ഇല്ലാണ്ട് വളരെ ഇല്ല, സൂക്ഷിച്ച് ഇല്ല. അത് ഇപ്പൊ ഇതേ ഗെയിമ് നമ്മള് ഒരു എന്താ പറയാ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അവിടെയൊക്കെ കാണിച്ച് ചിലപ്പോ കുറച്ചും കൂടി അറ്റാക്കിംഗ് ആയിരിക്കും. അതെ, ബിക്കോസ് തീർച്ചയായും. അപ്പളേക്ക് ചിലപ്പോ നമ്മള് ഇതായല്ലോ ലൈക് സീസൺ എൻഡ് ആയിട്ട് വരല്ലേ. സീസണായി. ആ പിന്നെ ഒരു പോയിന്റിന് വ്യത്യാസം. ഇമ്പോർട്ടൻസ് കൂടിയപ്പം. കറക്റ്റ്. പോയിന്റിന് പിന്നെ ഓരോ ഇമ്പോർട്ടൻസ് കൂടും. ടീമിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോ അവർക്ക് ഒരു സിറ്റുവേഷൻ മസ്റ്റ് വിൻ അനുസരിച്ച്. ആയിരിക്കും. പറയാൻ പറ്റില്ല. യെസ്. യെസ്. അങ്ങനെയൊക്കെ ഉണ്ട്. മറ്റൊരു കാര്യം ആലോചിച്ചു ഗോക്കരഷ് ഫസ്റ്റ് ഹാഫിൽ ഒരൊറ്റ ഷോട്ട് ഇല്ലാട്ടോ. ഒരൊറ്റ അല്ല ഷോട്ട് 2 ഇല്ല. സൈഡും ഇല്ല. അതാ പറഞ്ഞെ എറ്റിക്കറ്റിനും ഇല്ല ഇവിടെ ഇല്ല. ബിക്കോസ് സപ്ലൈ കിട്ടണില്ലല്ലോ. എനിക്ക് തോന്നിയത് ആ എറ്റിക്കറ്റിനും ഒരു ഷോട്ടും ഇല്ല. ഗോയ്ക്രസിനും ഇല്ല. ബിക്കോസ് അവരൊക്കെ ആ മിഡ്ഫീൽഡിന്റെ ഉള്ളിൽ തന്നെയാണ് ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഉം. ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. വേറെ ലൈക് അതാണല്ലേ നമ്മള് പറയില്ലേ ലൈക് ഈ ഒരു അൺലോക്ക് ചെയ്തു. ഒരു തെറോ പാസ് അങ്ങനെയൊന്നും ഇല്ല. ഒന്നും അതെ, ഉണ്ടായില്ല. അതെ. അതെ. ഇറ്റ് വാസ് വെരി അതാ പറഞ്ഞെ ഭയങ്കര ഒരു ഡിഫെൻസീവ് ചെസ് തന്നെയായിരുന്നു. ലൈക് ഒരാൾ ഒരു ഒരാള് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അപ്പുറത്ത് ആ. വേറൊരാൾ മൂവ് ചെയ്യും. അങ്ങനെ തന്നെ ഒരു ക്യാൻസൽ ചെയ്തു. അതായത് മറ്റേ അങ്ങട് ഉം. ലൈക് എഫക്റ്റീവ്നെസ് ഇല്ലാതെയാക്കി ഉള്ള ഗെയിം. അതെ. അതാണ് ഉണ്ടായത്. ബട്ട് ഐ തിങ്ക് ഇതെനിക്ക് അതിനെ ഏർലി ഇൻ ദി സീസൺ അപ്പൊ ചിലപ്പോ കുറച്ചും കൂടെയൊക്കെ മാറിയിരിക്കണം. അതെ. we'll see. എനിക്കങ്ങനെ പിന്നെ തോന്നുന്നത് അതന്നെ. ലിവർപൂളില് നാളെ അറിയാം നാളെ 1-ാം തീയതി അതെ നാളെ അറിയാം. മേ ബി ഇഫ് ദേ ഗെറ്റ് ഇസാക്ക് അവിടെ ഒരു ചേഞ്ച് വരും. Because അവർക്ക് ഒരു ഔട്ട്ലെറ്റ് കൂടി കിട്ടും അറ്റാക്ക് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു യെസ്. ഫ്ലോറിൻ റൈറ്റ്സ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളത്. എസ്പെഷ്യലി സലായുടെ ഫോമിൽ. കാരണം ആ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ആ ഒരു സലാക്ക പഴയ പോലെ ബോൾ കിട്ടുന്നില്ല. സംശയമല്ല എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് ഞാനും കണ്ടിട്ടുള്ളത്. ബിക്കോസ് ഈ സീസണിൽ പഴയ സാല പോലെ കാണുന്നില്ല. ലൈക് ആള് ആ ഫ്ലെയർ പോയിരിക്കണം. ബിക്കോസ് മുമ്പൊക്കെ നമ്മൾ പഴയ സീസൺ ലാസ്റ്റ് സീസണിലൊക്കെ നോക്കുക വെച്ചാൽ ആ ബോള് ആരെങ്കിലുമൊക്കെ മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കും. തറോ ബോൾ കിട്ടും. ഇല്ല ഡിഫെൻസീവ് ലൈനിന്റെ മുകളിൽ കൂടെ ഒക്കെ ഇട്ട് കൊടുക്കും. സലാഹിന് ഓടാൻ പറ്റിയായിരുന്നു. ഇപ്പൊ അത് വരുന്നില്ല. ഉം. അങ്ങനെ ഈവൻ ആ എറ്റിക്കറ്റ് ഓൾസോ ആളും ആ ഡ്രോപ്പ് ഡൗൺ പ്ലേ ആണ്. ലൈക്ക് ആളും കുറച്ച് ഇവിടേക്ക് വരും. ദാറ്റ് ഈസ് ഏറ്റവും മുമ്പിൽ നിൽക്കല്ല. ഇപ്പൊ അവിടെയായിരുന്നു മുമ്പ് വ്യത്യാസേ. നമ്മള് പഴയ ലാസ്റ്റ് ഇയർ സീസൺ നോക്കുമ്പോ അവർക്ക് ശരിക്കും ഫോൾസ് നയൻ ആയിരുന്നു. അതെ. ആ. ആൻഡ് ലൂയിസ് ഡിയാസും ഇവിടെ സാലയാണ് വിങ്ങിൽ കളിച്ചിട്ട് അവർ കട്ട് ചെയ്തായിരുന്നു. ഇപ്പൊ യെസ്. എന്താ ഉണ്ടായിരിക്കും വെച്ചാൽ എറ്റിക്കറ്റ് വന്നപ്പോ അത് കട്ടായി. പിന്നെ ലൂയിസ് ഡിയാസും പോയി. ലൂയിസ് ഡിയാസും പോയി. അതെ. അപ്പൊ അവിടെ കോഡി ഗ്യാപ്കോ കളിക്കണം. ആളും ഇത് തന്നെയാണ് ചെയ്യുക. കട്ട് ചെയ്യും. ബട്ട് ആള് ഈ ലോങ് ഷോട്ട്സ് ഒക്കെയാണ് കൂടുതൽ എടുക്കുക. ആ മറ്റേ 30 യാർഡ് മറ്റേ നമ്മളുടെ ഡീന്റെ അപ്പുറത്തൊക്കെ വന്നിട്ട് ആംഗിൾ ഷോട്ട്സ് ഒക്കെയാണ് ആള് അതെ, കളിക്കുക. അതെ, അതെ. ഐ തിങ്ക് അതൊക്കെയാണ്. അപ്പൊ പിന്നെ സാല ആ ഫോം അവിടുന്ന് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സാലയുടെ എഫക്റ്റീവ്നെസ് അങ്ങോട്ട് കുറഞ്ഞിട്ടുള്ളത്. സല അതാണ് അവസാനം ഉണ്ടായിരുന്നു. സല നന്നായിട്ടൊന്ന് 2-3 റണ്ണുകളൊക്കെ ചെയ്തു. 2-3 ഡ്രിബ്ലിംഗ് ഒക്കെ ചെയ്ത് ഓടി കളിക്കുന്നുണ്ടായിരുന്നു അവസാനം. അവസാനം സലാഹ് ഒരു ഗോൾ പഠിക്കുന്നുണ്ടായിരുന്നു. കേസ് ഇറങ്ങിയപ്പോഴും അതേപോലെ തന്നെ. കേസ് കട്ട് ചെയ്ത് കൊണ്ടുപോയി സലാഹ്ക്ക് പാസ് കൊടുത്തില്ല. അല്ലെങ്കിൽ ഒരു ഗോൾ കൊടുത്തില്ല. അതെ അത് ഞാൻ കണ്ടു. ശരിയാണ്. അതെ അത് 2-0 ആയി. കിയസ എനിക്ക് പ്രോബ്ലം എന്താ തോന്നണ വെച്ചാൽ ആൾക്ക് ഇതല്ലേ ലൈക്ക് സീസൺ ആൾക്ക് വിടണം അവിടുന്ന്. ബിക്കോസ് ആള് ഇറ്റലിയിൽ നിന്ന് വന്നപ്പോ നന്നായി കളിച്ചായിരുന്നു. ബട്ട് ലിവർപൂളിലെ ആള് ഈ പറഞ്ഞ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാ കളിക്കുന്നത്. സോ ഐ തിങ്ക് ആൾക്ക് വിടണം. ലൈക്ക് ഹി വോണ്ട്സ് ട്രാൻസ്ഫർ. സോ കിയസ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ആള് ലൈക്ക് ഓക്കെ ഞാൻ ട്രൈ ചെയ്യട്ടെ എനിക്കൊരു ഗോൾ അടിക്കട്ടെ എന്നുള്ള ഇതില് ആള് സാലയ്ക്ക് കൊടുത്തില്ല. പിന്നെ വേറെ ഒന്ന് നമ്മള് നോക്കേണ്ടത് ലിവർപൂളിന്റെ ഏറ്റവും വലിയൊരു ലോസ് വന്ന് ട്രെന്റ് പോയി കഴിഞ്ഞു. ബിക്കോസ് ട്രെന്റ് യൂഷ്വലി മറ്റേ മിഡ്ഫീൽഡ് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടുന്ന് ആള് പാസ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കും. അതെ, അതെ. ഇപ്പൊ ആ ട്രെന്റ് ഇല്ല. സലായും ട്രെൻഡും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. കോമ്പിനേഷൻ ആയിരുന്നു. അതില്ല. പിന്നെ വെറിറ്റ്സ് വന്നിട്ടുണ്ട്. ബട്ട് ആള് ലൈക്ക് ഭയങ്കര വലിയ കാശ് കൊടുത്തിട്ടൊക്കെയാണ് ലിവർപൂൾ വാങ്ങിയിരിക്കണേ. ബട്ട് ആളുടെ ലെവല് നോക്കേണ്ടി വരും. പിന്നെ ഇത് ഫസ്റ്റ് സീസൺ അല്ലേ. വന്ന ഉടനെ തന്നെ അതെ, മൂന്നാമത്തെ വന്നിട്ട് ഗെയിം. സെറ്റിലൊക്കെ ആവണല്ലോ. അതൊന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവണം ഇയാളെ സല എങ്ങനെ ഓടും, അതെ. അത് വെറിറ്റ്സിന് ഓവർ ദ എന്താണ് ടൈം പാസിംഗ് ലൈൻ. ട്രെയിനിങ് കൂടുതൽ കളി കഴിയും തോറും ആ ഒരു ബോണ്ട് ടീമിന് വന്നോളും. പിന്നെ ഈ കോച്ച് കുഴപ്പമില്ല. അല്ല അതിന്റെ കോച്ചിന്റേതായ വേറെ ഒരു ടാക്ടിക്സും. എക്സാമ്പിൾ ഉണ്ട്. ഗോയ്ക്രസും ഓഡെഗാർഡ് വന്നു കഴിഞ്ഞപ്പോ മിഡിൽ വെച്ചാൽ എനിക്ക് അതിനൊരു ഫസ്റ്റ് ഗോൾ വീഴുന്നതിന് മുമ്പേ ചെറിയ ഒരു ഇന്റർ പാസ് ചെയ്തിട്ട് ഓഡെഗാർഡ് ബോള് ഗോയ്ക്രസിന്റെ അടുത്തേക്ക് ഇട്ടു. ബട്ട് ഗോയ്ക്രസ് റിയാക്ട് ചെയ്തില്ല. ബിക്കോസ് ആളെ എക്സ്പെക്ട് ചെയ്യുന്നില്ല അത്. അപ്പൊ അതാണ് ആ ഒരു ന്യൂ സൈനിങ്ങിന്റെ പുതിയ ആളുടെ അവർക്ക് ലിങ്ക് മനസ്സിലാവണ്ടേ ആൾക്കാർ എങ്ങനെ മൂവ് ചെയ്യുക അതൊക്കെ. അപ്പൊ അത് ഒന്ന് വരും. ബട്ട് ഐ തിങ്ക് ഇപ്പോഴും നമ്മൾ എല്ലാവരും അഗ്രി ചെയ്യണ പോലെ ഇപ്പോഴത്തെ ബെഞ്ച് മാർക്ക് പ്രീമിയർ ലീഗിൽ അറ്റ്ലീസ്റ്റ് ലിവർപൂൾ ആണ്. ബാക്കിയൊക്കെ അതിനനുസരിച്ചിട്ട് ചെയ്തിട്ട്
നോക്കേണ്ടി വരും. ഇസാക്ക് കൂടി അവർക്ക് കിട്ടിയാൽ then it's gonna be അത് വേറെ ഒരു കളിയാവും. ഇസാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ അതാണ് ആലോചിച്ചത്. ഇസാക്ക് ഒരു നല്ലൊരു സൈനിങ് ആണോ എന്ന് എനിക്ക് ഒരു ഷുവർ ഇല്ല. കാരണം ഒന്ന് ഇത്രയും കാശ് കൊടുത്ത് വരുന്നു. പിന്നെ അതെ. ഇസാക്ക് നല്ല പ്ലെയർ ഒക്കെ തന്നെയാണ്, നോ ഡൗട്ട്. ഹി വിൽ പ്രൊവൈഡ് എ ലോട്ട് ഓഫ് ഗോൾസ് ആൻഡ് ഹൗ ഹി അപ്ലിഫ്റ്റഡ് ദ ന്യൂ കാസിൽ. അതുപോലെ തന്നെ ലിവർപൂളിന് ഒരുപാട് ഒരു ഡിഫറൻസ് കൊടുക്കും അറ്റാക്കിംഗ് പോയിന്റ് ഓഫ് വ്യൂല്. ഇസാക്കിന്റെ ആ ഒരു മസിൽ ഇഞ്ചുറിയും ആ ഒരു എപ്പോഴും പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ഇഞ്ചുറിയും ഐ ഡോണ്ട് തിങ്ക് ഹീസ് വർത്ത് ഓഫ് ദാറ്റ് money. If he get അതെ. injured, he is gone. He will be out for long time. കറക്റ്റ്. അതിന്റെ ഒരു സ്റ്റാർട്ട് ഞാൻ പറഞ്ഞുതരാം. ഇസാക്ക് 3 സീസൺസ് ആയിട്ട് ന്യൂകാസലിൽ കളിക്കുന്നുണ്ട്. ഈ അക്രോസ് ദ 3 സീസൺസ് ഹി ഹാസ് മിസ്ഡ് 36 ഗെയിംസ്. Yeah, exactly. ശരിക്കും അത് നിയർലി ഈക്വൽ ടു 1 സീസൺ ആണ്. ബിക്കോസ് ഒരു സീസണിൽ 38 ഗെയിംസ് അല്ലേ, അപ്പൊ 36 മാച്ചസ് ആള് അപ്പൊ ശരിക്കും പറഞ്ഞാൽ 3 സീസണിൽ ഒരു സീസണിൽ ആളില്ല. Yeah, correct. അപ്പൊ ആ ഒരു ഇഞ്ചുറി ഇതുണ്ട്. ബട്ട് ഐ തിങ്ക് അവര് ഡിയാസ് പോയില്ലേ, അപ്പൊ ഐ തിങ്ക് അവര് നോക്കണത് എങ്ങനെയാ വെച്ചാൽ എറ്റിക്കറ്റ് ക്യാൻ ഷിഫ്റ്റ് ടു ലെഫ്റ്റ്, Left. ഇസാക്ക് ഇൻ ദ മിഡിൽ, പിന്നെ കോഡി ഗ്യാപ്കോ ക്യാൻ കം ബാക്ക് ടു മിഡ്ഫീൽഡ്. ബിക്കോസ് ഇപ്പൊ അവർക്ക് അതേപോലെ മിഡ്ഫീൽഡ് പോരാ. എനിക്ക് തന്നെ മെക്കാലിസ്റ്റർ ക്ലീൻ അപ്പ് ജോബ് ചെയ്യാൻ പറ്റും. അത് ആള് ഒരു ഫോർവേഡ് ഡ്രൈവ് ആൾക്ക് പറ്റില്ല. അതിന് സപ്പോസ് നമ്മളെ ഗ്യാപ്കോ തന്നെ വേണം. ബിക്കോസ് അതെ. ഈവൻ ഗ്രാവൻബർഗ് ഇസ് ഓൾസോ ഇതുപോലെ തന്നെയാണ്, നമ്മളെ ഒരു ഡിഫൻസീവ് മൈൻഡഡ് മിഡ്ഫീൽഡർ തന്നെയാണ്. ലൈക്ക് ആൾക്ക് ക്ലീൻ അപ്പ് ചെയ്യാം, ഓക്കെ, ലൈക്ക് ബട്ട് നമ്മൾ പറയില്ലേ ഡിഫൻസ് അൺലോക്ക് ചെയ്യുക, ഇല്ല ഒരു തറോ പാസ് കൊടുക്കുക, അതൊന്നും ഇവർക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അവര് നോക്കണേ ഇസാക്കിനെ. ബട്ട് അത് ലൈക്ക് അപ്പ് ഇൻ ദ എയർ. ബട്ട് ഐ തിങ്ക് അവര് നോക്കണത് എങ്ങനെയാ വെച്ചാൽ ഇസാക്ക് ഹാസ് പ്ലേഡ് ഇൻ പ്രീമിയർ ലീഗ്, പ്രൂവ്ഡ് ഇറ്റ്, കളിക്കാൻ അറിയാം. സോ ഇറ്റ്സ് മച്ച് മോർ ഈസി. അപ്പൊ എനിക്ക് അതുകൊണ്ടായിരിക്കാം ദേ വാണ്ട് ടു ഗെറ്റ് ഹിം. പിന്നെ വേറെ ഒന്നും നമ്മൾ ആലോചിക്കാനുള്ളത്, ലിവർപൂൾ ലാസ്റ്റ് സീസൺ ഒരു ട്രാൻസ്ഫർ നടത്തിയിട്ടില്ല. ആർനെ സ്ലോട്ട് ഫസ്റ്റ് വന്നപ്പോ ഒരു ട്രാൻസ്ഫർ ആണ് നടത്തിയിട്ടില്ല. അപ്പൊ ആ കൊല്ലത്തിൽ അവർക്ക് പൈസ അവിടെ ബാക്കിയെടുക്കുന്നത്. സോ PSR ഉണ്ട്, ആൻഡ് പ്രീമിയർ ലീഗ് അടിച്ചപ്പോ പൈസ വന്നിട്ട്. അതെ. അപ്പോ അവര് നല്ല ഗുഡ് ഷേപ്പിലാണ്. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ എങ്ങനെ വെച്ചാവട്ടെ, നെക്സ്റ്റ് സീസണിൽ അവർ ഇങ്ങനെ ബൈ ചെയ്യില്ല. ബിക്കോസ് ഇല്ല, അവർ അതുണ്ടാവില്ല. ഈ പറഞ്ഞ നെക്സ്റ്റ് പോലെ സീസണില് ഓൾസോ ഈ വർഷത്തെ പെർഫോമൻസും കൂടെ മാറ്റർ ആവുമല്ലോ ഒന്ന്. അല്ല, ബട്ട് സ്റ്റിൽ ഇത്ര അവർക്ക് സർപ്ലസ് ഉണ്ടാവില്ലല്ലോ പൈസ ചെലവാക്കാൻ. ബിക്കോസ് ആ PSR, ബിക്കോസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പ്രീമിയർ ലീഗിന് PSR ഉണ്ട്, പിന്നെ UEFAയുടെ വേറെ ചാമ്പ്യൻസ് ലീഗിന്റെയും PSR ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊ രണ്ടും അവർക്ക് മാനേജ് ചെയ്യണം. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു UEFA is കുറച്ചുകൂടി സ്ട്രിക്റ്റർ ആണ് തോന്നുന്നു കമ്പയർ ടു. പക്ഷേ ഇത്തവണത്തെ എന്ന് പറഞ്ഞാല് ചാമ്പ്യൻസ് ലീഗില് ആ ലീഗ് റൗണ്ട് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കാശ് കിട്ടുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, നല്ല പൈസ. അല്ല, അതിപ്പോ ലാസ്റ്റ് സീസണും കിട്ടിയല്ലോ അതെ, ലിവർപൂളിന്. കിട്ടി. അപ്പൊ അതാ പറയുന്നത്. അപ്പൊ അത്രയും നല്ല എനിവേ ലെറ്റ്സ് കാശുണ്ട്. സീ. പിന്നെ ലെറ്റ്സ് സേ ലെറ്റ്സ് സീ. ഇഫ് ദേ വിൻ ദിസ് ഇയർ അഗൈൻ സീസൺ EPL, അങ്ങനെയാണെങ്കിൽ ഒരു ചാൻസ് ഉണ്ട്. ഇനി അതല്ല തോറ്റു കഴിയുകയാണെങ്കിൽ ഒരു പക്ഷേ ആർനെ സ്ലോട്ടിന് അത് അവിടെ ഒരു പണി കിട്ടും. കാരണം ഇത്രയും ആളെ കൊണ്ടുവന്നിട്ട് എക്സ്പെക്ടേഷൻ ഹൈ ആയിരിക്കും. ഇനിയിപ്പോ ഇസാക്കും കൂടെ അതെ, അതുണ്ടാവും. എക്സ്പെക്ടേഷൻ ഒന്നുകൂടെ സൂപ്പർ ആയി. ഞാൻ എപ്പോഴും പറയും ഒരു മാനേജർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സീസണിൽ ആർക്കും ഒന്നും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആളുടെ ടാക്ടിക്സ് എന്താ, ആ സീസണിലെ ആൾക്കാർക്ക് കുറച്ചുകൂടി മനസ്സിലാവും ആർനെ സ്ലോട്ട് അഗേൻസ്റ്റ് എങ്ങനെ കളിക്കേണ്ടത്, എന്താ അതെ ചെയ്യേണ്ടത് അതെ അതെ. ഒന്ന് ഇല്ലേ. ഇപ്പൊ അവര് ന്യൂ കാസലിന്റെ അഗേൻസ്റ്റ് തന്നെ ജയിച്ചതല്ലേ ശരിക്കും എനിക്ക് തോന്നിയത്. അവർക്കൊരു 10 പേരിന് അഗേൻസ്റ്റ് അവർക്ക് ഗോൾ അടിക്കാൻ പറ്റില്ല. ശരി. അപ്പോ അവിടെ തന്നെ മനസ്സിലാക്കാം അവര് അത്ര ആ പഴയ ഫോമിലല്ല. ഈവൻ ലാസ്റ്റ് സീസണും അവർ ഇങ്ങനെ തന്നെ ജയിച്ചായിരുന്നേ. 3-1 അല്ല 3-2, 2-1, 4-3. ലൈക്ക് അവര് മറ്റേ നമ്മൾ പറയില്ലേ പഴയ പെപ്പിന്റെ ഗെയിം പോലെ അല്ല. ലൈക്ക് ഓക്കെ 2-0 ക്ലോസ് ദ ഗേറ്റ് ഫിനിഷ് കഴിഞ്ഞു. അതെ അതെ അതെ. അതല്ല, അവർക്ക് ആ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ അറിയില്ല. അപ്പൊ പിന്നെ വേറെ ഒന്ന് നോക്കേണ്ടത്, വാൻഡൈക്ക് ഏജ് ആവാണ്. അപ്പൊ ഈ സീസണും ചിലപ്പോൾ കളിച്ചു എന്ന് വരും. ഇനി അടുത്ത സീസൺ ആകുമ്പോഴേക്കും അവർക്ക് വേറെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരേണ്ടി വരും. സോ അതെ, അടുത്ത അതൊക്കെ സീസണിൽ എന്തായാലും ഡിഫെൻസീവ് ആയിട്ട് സ്ട്രോങ് വേണ്ടി വരും. അവര് ട്രൈ ചെയ്യുന്നുണ്ട്. മറ്റേ ക്രിസ്റ്റൽ പാലസിനുണ്ടല്ലോ മാർക്ക് ഗോയി, അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ആൾക്ക് ബട്ട് ചിലപ്പോ ഈ സീസണിൽ വരില്ല. ബിക്കോസ് ആളുടെ ലാസ്റ്റ് ഇയർ ആണ് ക്രിസ്റ്റൽ പാലസ്. അപ്പൊ മേ ബി ഹി ക്യാൻ കം ഫോർ ഫ്രീ നെക്സ്റ്റ് സീസൺ. ചിലപ്പോ അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ബട്ട് വി വിൽ സീ. ബിക്കോസ് നമ്മളെ ഇത് 3 ഗെയിമിൽ ഇത് ഇങ്ങനെയും നമുക്ക് പറയാം. ഇപ്പൊ യുണൈറ്റഡ് നമ്മൾ കണ്ടില്ലേ, they played well against Arsenal but still lost 1-0. പിന്നെ അവരുടെ കളി എവിടേക്കോ പോയി. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അത് ഒരു ഗെയിമിൽ നമ്മൾക്കൊന്നും ഇങ്ങനെ ഒരു ഫസ്റ്റ് 3 ഗെയിംസിൽ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇത് എങ്ങനെയാ പോണത് എന്ന്. അതെ. അല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ 3 ഗെയിമേ കളിച്ചുള്ളൂ. എന്നാലും കൂടിയിട്ട് ഒരു അവസ്ഥയിൽ ലിവർപൂളും ആർസണലും മാത്രമേ കുറച്ച് കൺസിസ്റ്റൻസി ആയിട്ട് തോന്നിയത്. പിന്നെ ചെൽസി ഉണ്ട്. ചെൽസി ഇന്നലെ അത്യാവശ്യം നന്നായിട്ടാണ് കളിച്ചത്. അതായത് കളിച്ചു ഡിഫെൻസീവായിട്ട്